ഇന്ന് 7ാമത്തെ ദിവസത്തെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് തുടങ്ങുകയാണ്. ഒരു നന്ദിയുള്ള മനുഷ്യൻ എല്ലാ സാഹചര്യങ്ങളും നന്ദി നിറഞ്ഞവനായിരിക്കും എന്ന ഒരു കോൺസെപ്റ്റാണ് ഇന്നത്തെ പ്രാധാന്യം. ബന്ധങ്ങളിലെ വിള്ളലുകൾ, സാമ്പത്തിക പ്രതിസന്ധി, മോശം ആരോഗ്യസ്ഥിതി, തൊഴിൽ പ്രശ്നങ്ങൾ തുടങ്ങിയ എന്ത് സാഹചര്യമായിക്കോട്ടെ, കൃതജ്ഞതയില്ലായ്മയിൽ നിന്നാണ് ഇവ ഉടലെടുക്കുന്നത്. എന്തിനേയും വിലയില്ലാതെ കാണാൻ തുടങ്ങിയാൽ നമ്മൾ അതിന് നന്ദി അർപ്പിക്കാതെയാവും. മറ്റുള്ളവർക്ക് നന്ദി പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ ജീവിതത്തിലെ മാന്ത്രികത വർദ്ധിപ്പിക്കും. അതുപോലെ കാര്യങ്ങൾ വിലയില്ലാതെ കണ്ടു തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാവുക തന്നെ ചെയ്യും. കാലാവസ്ഥ, ട്രാഫിക്, നിങ്ങളുടെ മേധാവി, ജീവിത പങ്കാളി, നിങ്ങളുടെ കുടുംബം, സുഹൃത്ത്, അപരിചിതൻ, ക്യൂ നിൽക്കുന്നത്, ബില്ലുകൾ, സമ്പദ് വ്യവസ്ഥ, ഉൽപ്പന്നങ്ങളുടെ വില, കമ്പനികളുടെ സേവനം എന്നിങ്ങനെ എന്തിനെ പറ്റിയും നന്ദിയുള്ളവർ ആയിരിക്കാതെ പരാതിപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജീവിതം ഓരോ പരാതിക്കുമൊപ്പം ദൂരത്തേക്ക് തള്ളി നീക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. പരാതികൾ കൂടുന്തോറും ജീവിതത്തിലെ സന്തോഷ നിമിഷങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. പരാതികളിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡിലേക്ക് മാറാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാന്ത്രികത തന്നെ ഉടലെടുക്കാൻ നമ്മൾക്ക് സാധിക്കും. പരാതികളും നിഷേധാത്മക ചിന്തകളും വാക്കുകളും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നതിനെ തടയുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിഷേധാത്മക സ്വഭാവമുണ്ടാവുക അസാധ്യമാണ്. കൃതജ്ഞതയിൽ ജീവിക്കുമ്പോൾ വിമർശിക്കുന്നതും അധിക്ഷേപിക്കുന്നതും അസാധ്യമാണ്. നിഷേധാത്മക വികാരവും സങ്കടവും അസാധ്യമാണ്. ഏറ്റവും നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ, നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികൂല സാഹചര്യം ഉണ്ടെങ്കിൽ കൃതജ്ഞതയെ ഒപ്പം കൂട്ടി അത് മറികടക്കാനാവുമെന്ന സത്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യം ഒരല്പം പ്രയാസകരമാകാം. പ്രതികൂലാവസ്ഥയിൽ നന്ദി പ്രകാശിപ്പിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. പക്ഷേ നമ്മളത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ വളരെയധികം മാറ്റം സംഭവിച്ചു തുടങ്ങും. ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങളുണ്ടോ അതിനെ അനുകൂലമാക്കാൻ വേണ്ടി ആ പ്രതികൂല സാഹചര്യത്തിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ നന്ദിയുള്ള കുറേ കാര്യങ്ങൾ ആ പ്രതികൂല സാഹചര്യത്തിൽ കണ്ടെത്താൻ ശ്രമിക്കുക. ഓരോ പ്രതികൂല സാഹചര്യങ്ങൾ എടുക്കുക, അതിലെത്രമാത്രം നല്ല കാര്യങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഫോക്കസ് എവിടേക്കായിരിക്കും? ആ നല്ല കാര്യങ്ങളിലേക്കായിരിക്കും. പ്രതികൂല സാഹചര്യത്തിലും അതിൽ കാണുന്ന നന്മകളെ നമ്മൾ കാണാൻ ശ്രമിക്കുമ്പോൾ അത് അനുകൂലമാക്കാൻ നമ്മൾക്ക് വളരെയധികം നമ്മളെ പ്രകൃതി അതിന് സഹായിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്കൊരു ജോലി കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതോ ആണ് നിങ്ങളുടെ പ്രശ്നമെന്ന് കരുതുക. ഈ സാഹചര്യത്തിനെ എങ്ങനെ അനുകൂല സാഹചര്യമാക്കിയിട്ട് അവിടെ ഗ്രാറ്റിറ്റ്യൂഡ് കൊണ്ടുവരാമെന്ന് നമ്മൾക്ക് നോക്കാം. ഉദാഹരണം, ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ അധിക കാലവും ഒരു ജോലി ഉണ്ടായതിൽ എനിക്ക് നന്ദിയുണ്ട്. അതുകൊണ്ട് എനിക്ക് അനുഭവജ്ഞാനമുണ്ടായി. ആദ്യമായിട്ടാണ് ഞാൻ തൊഴിൽ രഹിതനായിരിക്കുന്നത് എന്നതിൽ ഞാൻ സത്യമായും നന്ദിയുള്ളവനാണ്. എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ടായതിൽ ഞാൻ നന്ദിയുള്ളവനാണ് എന്നിങ്ങനെ ആ ഒരു സാഹചര്യത്തിനെ ബേസ് ചെയ്തിട്ട് നന്ദിയുള്ള കാര്യങ്ങൾ ഓർത്തെടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഏതൊക്കെ പ്രതികൂല സാഹചര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിലുള്ളത് അതിനെ അനുകൂലമാക്കാൻ ആ സാഹചര്യങ്ങളെ എടുത്തിട്ട് അതിലുള്ള നന്മകളെ കണ്ടെത്തി എഴുതുക എന്നതാണ് ഇന്നത്തെ പ്രാക്ടീസ്. രണ്ടാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്തിട്ടുള്ള ഡ്രീം ലിസ്റ്റ് വായിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രാക്ടീസ്. അതുപോലെ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് സ്റ്റോൺ എടുത്തു വെച്ച് രാത്രി കിടക്കുന്ന സമയത്ത് ഉള്ളങ്കയിൽ വെച്ച് ഇന്ന് ലഭിച്ചിട്ടുള്ള എല്ലാ സന്തോഷ സൗഭാഗ്യ നിമിഷങ്ങൾക്കും വേണ്ടി നന്ദി പറയുക എന്നതാണ് മൂന്നാമത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. താങ്ക് യു.